അപ്പോൾ ദേ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു മെനവണിയായിട്ടാണ്. എന്താണെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഈ എൻ്റെ മോൻ്റെ ആകെപ്പാടെയുള്ളൊരു മുണ്ടിനെ ഡൈ ചെയ്യാൻ പോവാണ്. എൻ്റെ ഗഡ്സ് നിങ്ങളൊന്ന് ആലോചിക്കണം. ആദ്യം ഞാനൊരു തവണ ചെയ്തിട്ട് അത് ചീറ്റി പോയതാ. എന്നിട്ട് ഞാനത് ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു ഗഡ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ അഭിനന്ദിച്ചേ പറ്റൂ. ഓക്കെ, അപ്പം ഞാൻ സ്പെഷ്യലി പറഞ്ഞു തരുമൊന്നും വേണ്ടില്ല. ഇപ്പോൾ എല്ലാവരും ഒക്കെ ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെവിടെയാണോ കളർ മുക്കം ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ഇതേപോലെ നൂല് കൊണ്ടോ റബ്ബർ ബാൻഡ് കൊണ്ടോ നല്ലോണം ടൈറ്റായിട്ട് കെട്ടിടുക. പിന്നെ ആർക്കും വേണ്ടാത്ത പഴയ പാത്രം എടുത്താൽ മതി, ഓട്ടയില്ലാത്തത് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് കളറങ്ങാനും പിടിച്ചാൽ പിന്നെ അതിന് സമാധാനം പറയേണ്ടി വരും. അപ്പോൾ അതെടുക്കുക. കോട്ടൺ തുണിയാണെങ്കിൽ അതിനകത്ത് ഇച്ചിരി ഉപ്പിടുക, വേറെ തുണിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് വിനാഗിരി ഒഴിക്കുക, അങ്ങനെ കണ്ട. അപ്പം ഞാൻ എന്തായാലും ഇത് കോട്ടൺ ആണെന്ന് സ്വയം അങ്ങ് വിചാരിച്ച് ഞാൻ അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ട് കളറും ഇട്ടു. ഞാൻ മെറൂൺ കളറാണ് മുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോന് മെറൂൺ കളറിലൊരു ഷർട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് അത് മുക്കുക. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മുക്കി പൊക്കുക, കെട്ടിൻ്റെ താഴെ വരെ വരാൻ വേണ്ടി നോക്കണേ. എന്നിട്ട് അത്യാവശ്യത്തിന് മുക്കി പൊക്കി കുറച്ച് നേരം അതിനകത്ത് വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ആദ്യം തിളയ്ക്കൊന്നും വേണ്ട വെള്ളം. എന്നിട്ട് അതിനകത്ത് വെക്കുക. എന്നിട്ട് അങ്ങനെ അരമണിക്കൂർ വെക്കുക. എന്നിട്ട് ഈ സാധനം ഡൈഫിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണേ, കടകളിലൊക്കെ കിട്ടുമായിരിക്കും. കുറച്ച് ഒരു സെറ്റായിട്ടൊക്കെ കിട്ടുന്നത്, കുറച്ച് കളറും കൂടി ഉണ്ട്. അപ്പോൾ ഇത് അതിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ഈ ഡൈഫിക്സ് മിക്സ് ചെയ്ത വെള്ളത്തിൽ മുക്കുക. അതൊരു ഇച്ചിരി വെള്ളത്തിൽ മുക്കിയാൽ മതി. ഒരു ഇച്ചിരി നേരം മുക്കി വയ്ക്കുക, എന്നിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് കളർ പോകുന്നല്ലോ എന്ന് പറയും. അത് ആദ്യത്തെ പോകുന്നത്, പിന്നെ പോവില്ല. അപ്പോൾ പിന്നെ നമ്മളിത് കെട്ടക്കഴിക്കുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് അത് നല്ലോണം ഉണക്കുക അങ്ങോട്ട്. വെള്ളഭാഗത്തേക്ക് ഇത് വരാത്ത രീതിക്ക് തൂക്കിയിട്ടിട്ട് ഉണക്കണേ. എന്നിട്ട് ഇത് നല്ലോണം തേച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഡൈ ചെയ്തൊരു മുണ്ട് കിട്ടും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.